അഹങ്കാരം എന്നെ കുറിച്ച് കുറച്ച് പൊക്കിയിട്ട് പോയാൽ മതി. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഇഫ്താറിന്റെ ഒരു പരിപാടിയിലാണുള്ളത്. പക്ഷെ റെഡി ആവുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു ഇഫ്താറിന്റെ പരിപാടിയിലാണുള്ളത്. ഞങ്ങൾ ക്യാമ്പസിലുള്ള ഇത് ഞങ്ങൾ എല്ലാ കൊല്ലവും ഉണ്ടാവും ഈ പരിപാടി. ഇഫ്താറിന്റെ ചെറിയൊരു നോമ്പുതറയൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ തന്നെ ഊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നമ്മളതൊന്നും കാര്യമാക്കൂല. ഞാൻ ഇവിടെ ഇവരൊക്കെ വെറുപ്പിക്കാൻ പോകണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതാണെന്ന് എൻ്റെ ലുക്ക്. വീഡിയോഗ്രാഫർ എൻ്റെ സ്വന്തം അല്ലയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷം കാണാം. നല്ല ഫുഡൊക്കെ ഉണ്ട് അല്ലേ? മന്തി ഉണ്ട്. മെയിനായിട്ട് നമ്മൾ പരിപാടിക്ക് വരുന്നത് അതുകൊണ്ടാണല്ലോ. നിങ്ങൾ കാണുന്നോ എനിക്കറിയില്ല. കാണുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, പരിചയപ്പെടുത്തിക്കോളൂ. സോ ഞാൻ ലക്ഷ്മി, റഷ, സക്കീന ആൻഡ് നമ്മൾ ഹെലന്റെ +2 +1 മേറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പൊ കൊളാക്കാൻ കുറച്ച് പേര് വരുന്നുണ്ട്. കൊള്ളു, കാണുന്നുണ്ടോ എല്ലാരെയും? ഇല്ല. ഓക്കെ, കാണുന്നുണ്ട്. ഹായ് ഗൈസ്. ഹായ് പറയൂ എല്ലാവരും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, ഇത് എന്റേതായിരുന്നു, ഇപ്പൊ ഇവരുടേതായി. അവളതെന്നില്ല, നമുക്ക് ഇവളതും അവളതൊക്കെ നമ്മൾ തന്നെ. നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങളെ സോ ഐ എം റഷ അഷ്റഫ്, ലക്ഷ്മി ആൻഡ് സക്കീന. നിങ്ങൾക്ക് ആരാ നേരാ? അവളുടെ ഹായ് പറയും. എന്റെ യൂട്യൂബ് ചാനലല്ലേ? ഹായ്. അഹങ്കാരം എന്നെ കുറിച്ച് കുറച്ച് പൊക്കിയിട്ട് പോയാൽ മതി. കാർത്തിക് ഹായ് പറ. ഹായ് പറഞ്ഞ. വേറെ ആരാളത്? നിർമ്മൽ പറഞ്ഞില്ല. ഹായ് പറ എന്റെ വ്ളോഗ് പ്ലീസ്. तू मेरा है या मेरा नहीं, मेरा दोस्त बन के सलाह चले. तू मेरा है या मेरा नहीं, मेरा दोस्त. ഫുഡ് കഴിക്കാനിരുന്നു. മയോണൈസ് ആണ് കഴിച്ചത്. ഈ മയോണൈസിൽ എങ്ങനെ മന്തി കഴിക്കാം? മയോണൈസ് ഞങ്ങളുടെ ഉറപ്പാണേ. പിന്നെ ബാക്കി കുറെ വേറെ 80 എത്ര സാധനം ഡോക്യുമെന്റ് അയച്ചെടുത്ത് നോക്കി. എന്നിട്ട് അതിനാകട്ടെ ആകട്ടെ ചോര. ഓക്കെ, ഇവരപ്പൊ എന്നെ പറ്റി പറയും. പൊക്കും എന്നെ പറ്റി. നല്ല നാവായിരുന്നല്ലോ. പറ. ഹെലന്റെ മുടികൾ തിരിഞ്ഞു നോക്കി. ഫസ്റ്റ് വന്നപ്പോ എല്ലാരും തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഈ നായി തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് കാർത്തിക് പറഞ്ഞിട്ടാണ് ഇവൻ തിരിഞ്ഞു നോക്കി. ആണല്ലോ, നല്ലത് പറയാൻ വേണം. പോകുമ്പോ ഞാൻ കട്ട് ചെയ്യാൻ നല്ലൊരു ഡാൻസർ ആണ്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് കഴിവ് കൂടി പോയെങ്കിലും ഓവർ ടാലന്റഡ് ആണ്. എക്സ്ട്രീംലി. അതെ. എടാ ഇല്ലത് നല്ലതും പറ. എനിക്ക് വീഡിയോയിലിടാൻ. Rasha, are you coming to join this? Come on, Rasha. Rasha പറയും. Yes. English. Yeah. Fully തൊട്ട് English. Okay. ഇവിടെ പറ്റി രണ്ട് വാക്ക്. ഹെലനെ പറ്റിയിട്ട്. പൊക്ക. റെക്കോർഡിംഗ് ആണ്. Yes. It's live. നീ പൊക്കിക്കോ. ഇല്ലാത്തൊക്കെ പൊക്കിക്കോ. ഒന്നുമില്ല ഗൈസ്.
എന്താ പറയണത്? അടുത്ത വട്ടം എല്ലാരും കൂടുന്നതായിരിക്കും. അപ്പൊ ഇതിന് രണ്ടാം ഭാഗം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക്, ഷെയർ, ഫോളോ, കമന്റ്. എന്നിട്ട് 5 ഫ്രണ്ട്സ് അടിച്ച് ഫോളോ അടിക്കുക, സ്റ്റോറി ഇടാം. ഹെലൻ നമ്മൾ ഗിവ് ആയി തരുന്നതായിരിക്കും. കൊടുക്കാനോ? ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ ഒരു മിനിറ്റ് ബൈ. ഹായ് ഗൈസ്, അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പെരുന്നാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാ കൊല്ലം അവളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ്. അപ്പം ഞാൻ കസിൻ്റെ അടുത്തായിരുന്നു. ഞാൻ റെഡിയായി പോവുകയാണ്. ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു വന്നാലേക്ക് പോകാൻ പറ്റുള്ളൂ. വഴി അറിയില്ല എനിക്ക് വീട്ടിലേക്കുള്ള പോസ്റ്റ്. ഞാനിവിടെ എത്തി. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാം. കുറച്ചിരുന്ന് ഇരിക്കുകയാണ്. ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. നല്ല വന്ന കോളമേ അല്ല. സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ലായിരുന്നു. സോ പോസ്റ്റാക്കി പണ്ടാരടക്കി സുഖമായിട്ട് കാറിൽ വന്നു. അവളോട് ആരെങ്കിലും കൂടെ ലിഫ്റ്റ് ചോദിച്ച് വരാൻ പറയും. തൂണി പിടിച്ച് നിൽക്കുന്നത് ഓക്കെ ഗൈസ്, നന്ദ ഇൻവേർട്ടർ ആണ്, അമൃത ഇൻട്രോവേർട്ട് ആണ്. ഫോട്ടോ എടുത്ത് ലൈനൊക്കെ പൊട്ടി. ഇവിടെ തീയൊക്കെ പാറി. എക്സ്പോഷർ കുറച്ചൊരു ഓക്കെയാണ്. അപ്പം പരിപാടി കഴിഞ്ഞ് ഫുഡൊക്കെ വെച്ച് ഞാൻ വേഗം ഇറങ്ങി. എനിക്ക് വേറെ പരിപാടീസ് ഉണ്ട്, കുറേ ലോങ് ഡ്രൈവ് ഉണ്ട്. ഞാൻ വേഗം ഇറങ്ങി. നമുക്ക് ഒന്ന് പോയി ഒരു റെസ്റ്റ് എടുത്തിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇറങ്ങണം. ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. എവിടെയുള്ള പോളാം? ചെറുകുളം ഒരു സ്കൂളാണ്. 4 to 5 ആണ് ഞങ്ങളുടെ ടൈം. ബട്ട് ഇപ്പം തന്നെ 4 ആയി. ആയിരിക്കും നമ്മൾ ചോദിക്കും. ഞങ്ങൾ കലന്തൻസിൽ പോവാണ്. ഫ്രൈസ് കഴിക്കാം. തുറന്നിട്ടില്ല? ഓക്കെ. 3G. പിന്നെ രാത്രിയായി ഞങ്ങൾ വീട്ടിൽ കയറാൻ നോക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് പേര് താക്കോല് തിരയുന്നുണ്ടത്. പിന്നെ മനസ്സിലായി ഞങ്ങൾ വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണെന്നുള്ളത്. കുറേ തപ്പി എന്തേ കാണുന്നു. നല്ല വെളിച്ചണ്ടല്ലോ.